പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമടിയാക്കിയതിനാൽ ഞാൻ കർത്താവിന്റെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം മാറാത്തവനും കരുതുന്നവനും അത്ഭുതങ്ങളെ ചെയ്യുന്നവനുമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അസാധ്യതകളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ പലപ്പോഴും ചുറ്റുപാടുകളാ നമ്മൾ ആരാന്ന് നിർണയിക്കുന്ന നിലയിൽ നമ്മൾ സാവകാശം വെച്ചു കൊടുക്കും, നമ്മൾ അവസരം വെച്ചു കൊടുക്കും. സാഹചര്യങ്ങൾ പറയും നീ മിടുക്കന, സാഹചര്യങ്ങൾ പറയും നീ കൊള്ളത്തില്ല, സാഹചര്യങ്ങൾ പറയും നീ സമ്പന്നന, സാഹചര്യങ്ങൾ പറയും നീ നല്ല വിദ്യാഭ്യാസമുള്ള, സാഹചര്യങ്ങൾ പറയും നീ യോഗ്യനാണ്. നമ്മൾ അതിന് എഗ്രി ചെയ്യും. എൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാൻ യോഗ്യനാണ്, എൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാൻ സമ്പന്നനാണ്. നമ്മുടെ സാഹചര്യങ്ങൾ വെച്ച നമ്മൾ ആരാണെന്ന് പലപ്പോഴും മനസ്സിലാക്കും. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ വെച്ചല്ല നാം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാം ആരാണെന്ന് നാം മനസ്സിലാക്കേണ്ടത് ഹല്ലേലൂയ നമ്മളെ വിളിക്കത്തോളം. നമ്മളെ കർത്താവ് വിളിച്ചൊരു വിളിയുണ്ട്. ആ വിളിക്കകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ ആരാന്ന് മനസ്സിലാക്കാൻ. അപ്പോഴ് ചിലപ്പോഴൊക്കെ നമ്മൾ ചിലതിൽ ആശ്രയിക്കും, ചിലതിൽ ആശ്രയിക്കും. നാം ആശ്രയിക്കുന്ന ചിലതൊക്കെ നമ്മളെ വിട്ട് ഒഴുകി പോകുമ്പോൾ തളർന്നു പോകും, നിരാശപ്പെട്ടു പോകും. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും, തളർന്നു പോകും, ഭയപ്പെട്ടു പോകും. ഇത് മാനുഷികമായിട്ട് എല്ലാവരിലും സംഭവിക്കുന്ന ഒരു കാര്യം. ആ വിഷയങ്ങളുടെ അകത്ത് തളർന്ന് മടുത്ത് എല്ലാം കഴിഞ്ഞുവെന്ന് പ്രത്യാശയില്ലാത്തവരെ പോലായിത്തീരും. പ്രിയപ്പെട്ടവർ, അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അബദ്ധമാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ സാഹചര്യങ്ങളെ കുത്ത് വിലയിരുത്തരുത്. നിങ്ങളുടെ സാഹചര്യമല്ല നിങ്ങൾ ആരാന്ന് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ സാഹചര്യമല്ല നിങ്ങളെ ഹല്ലേലൂയ ആമേൻ അഡ്രസ് ഉള്ളവനാക്കി മാറ്റുന്നത്. നിങ്ങളുടെ സാഹചര്യമല്ല. നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നത്, നിങ്ങൾ നിൽക്കുന്നത് ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ അകത്തൊരു വിളിയുണ്ട്, നിങ്ങളുടെ അകത്തൊരു അഭിഷേകമുണ്ട്. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു, ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്കായി ഒരുക്കി. അപ്പം കർത്താവ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടി ഒരുക്കി, നമ്മെ തെരഞ്ഞെടുത്തു, നമ്മെ വിളിച്ചു. നമ്മുടെ മേലുള്ള നിയോഗമല്ല ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ നിയോഗവും നമ്മുടെ വിളിയെല്ലാം നമ്മൾ മറക്കും. നമ്മൾ ചുറ്റുപാടുകളെ വെച്ച് നമ്മളെ വിലയിരുത്തും. ചിലപ്പോഴൊക്കെ മനുഷ്യരുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു അഡ്രസ്സ് തരുന്ന പോലെ നമ്മൾ ചിന്തിക്കും. അവരെ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെയാണോ, ഞാനൊരു കുഴപ്പക്കാരനാണോ, ഞാനൊരു മണ്ടനാണോ? നമ്മൾ മറ്റുള്ളവർ പറഞ്ഞത് വെച്ചാൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യും. പക്ഷെ പ്രിയപ്പെട്ടവർ, നമ്മൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നത് വെച്ചല്ല നമ്മളെ വിലയിരുത്തേണ്ടത്. നാം നമ്മെ വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ കർത്താവ് നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന അടിസ്ഥാനത്തിൽ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ദൈവസ്നേഹത്തിന്റെ പ്രത്യേകതയാണ് അൺകണ്ടീഷണൽ ലവ്, നിബന്ധനകളില്ലാത്ത സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമാകുന്നത് നാം ഒരാളെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോഴല്ല. നമ്മൾ ഒരാളെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്നു, ഒരാളെ സ്നേഹിക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടി ചില കാര്യങ്ങളെ ചെയ്യുന്നു, നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുന്നു, അവരെ പ്രശംസിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് കിട്ടുന്ന സ്നേഹം ബ്യൂട്ടിഫുൾ ആയിരിക്കത്തില്ല. കാരണം അത് നമ്മുടെ എഫേർട്ടുണ്ട്, നമ്മുടെ പ്രയത്നങ്ങളുണ്ട്, ഇതെല്ലാം അതിനകത്തുണ്ട്. പക്ഷേ നമ്മുടെ അകത്തൊരു ഉറപ്പ് വരിക, എന്നെ നിബന്ധനയില്ലാതെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ദൈവം. ചിലപ്പോൾ നമുക്കറിയാം, എൻ്റെ മാതാപിതാക്കൾ എന്നെ നിബന്ധനയില്ലാതെ സ്നേഹിക്കും, എൻ്റെ സഹോദരങ്ങൾ. ചില ഫ്രണ്ട്ഷിപ്പൊക്കെ അങ്ങനെ വളരെ ചുരുക്കമാട്ടോ, അങ്ങനെ ഒരുപാട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ചുരുക്കമായിട്ടെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോഴേ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. നമ്മുടെ സ്നേഹം, നമ്മളെ സ്നേഹത്തിന്റെ വിലയെറിയുന്നത് അവിടെ വെച്ചാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മുടെ ജീവിതത്തിലെ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒരുപോലെ നമ്മളെ സ്നേഹിക്കാം. നമ്മളൊരു കാര്യം ചെയ്തപ്പോ ഒരു അപ്രീസിയേഷനും ഇല്ല, പക്ഷെ ചെയ്യാതിരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുക, മുറിപ്പെടുത്തുക, അതന്നെ ഹ്യൂമൻ നേച്ചർ. പക്ഷെ അവിടെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ,
കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്തപ്പോൾ ഒരു പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്തില്ലായിരിക്കാം, ഒന്ന് ചിരിച്ചു പോലും കാണത്തില്ല. പക്ഷെ നമ്മൾ ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോഴും അവരോട് പറയുക, അവർ നമ്മളോട് പറയുക, ഇല്ല കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ടാണല്ലോ ചെയ്തത്, നിങ്ങൾക്ക് അബദ്ധം പറ്റിയതായിരിക്കും എന്ന് നിങ്ങളെ ഒരാൾ മനസ്സിലാക്കുമ്പോൾ ആ സ്നേഹമില്ല, അവിടെയാണ് സ്നേഹം മനോഹരമാകുന്നത്, സ്നേഹം എന്താ പറയുന്നത്, ശ്രേഷ്ഠമായി മാറുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നാം വേറൊരാളെ സ്നേഹിച്ച് നാം ബെസ്റ്റ് ആകാൻ ശ്രമിക്കുകയല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ് സ്നേഹം ഏറ്റവും സുന്ദരമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് അങ്ങനെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്നേഹിതനുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എപ്പോഴും എന്ത് കുറവുകൾ നിങ്ങൾക്കുണ്ടെങ്കിലും, എന്ത് ബലഹീനത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓടിച്ചെല്ലാം കർത്താവിന്റെ അടുക്കൽ, നിങ്ങൾക്ക് ഓടിച്ചെല്ലാം കർത്താവിന്റെ അടുക്കൽ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അറിയുന്നവനാണ്, നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നവനായി കൂടെ നിൽക്കുന്നവനാണ്, കൈവിടാത്തവനാണ്, ആമേൻ, ഉപേക്ഷിക്കാത്തവനാണ്. ആ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ആ സ്നേഹത്തിന്റെ തിരിച്ചറിവ് നമ്മുടെ അകത്ത് കൊണ്ടുവരുന്ന ഒരു കോൺഫിഡൻസ് ഈസ് സോ ഡിഫറെന്റ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ചുറ്റുപാടുകളല്ല നിങ്ങളെ ആരാന്ന് ഡിസൈഡ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരെ സ്നേഹിക്കണം. അപ്പൊ അതിനകത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥമുണ്ട്, വാക്കുണ്ട്, അർത്ഥമുണ്ട്. നിങ്ങൾ ആദ്യം നിങ്ങളെ സ്നേഹിക്കണം. അതായത് നമ്മൾ പലപ്പോഴും നമ്മളെ സമൂഹം നമുക്കൊരു ഐഡന്റിറ്റി തന്നിട്ടുണ്ട്. ഇത്രത്തോളം പണമുള്ളവര് അവർ വലിയ ആളുകളാണ്, ഇങ്ങനത്തെ വീട്ടിൽ താമസിക്കുന്നവർ വലിയ ആളുകളാണ്, ഇങ്ങനത്തെ വാഹനം ഓടിക്കുന്നവര് അവർ സമൂഹത്തിൽ വിലപ്പെട്ടവരാണ്, ഇന്ന പദവിയുള്ളവര്, കുടുംബജീവിതം ഇങ്ങനെ ആയിരിക്കുന്നവർ, ഇന്ന ക്യാരക്ടറുള്ള കുഞ്ഞുങ്ങളുള്ളവര്, നല്ല വിദ്യാഭ്യാസമുള്ള കുഞ്ഞുങ്ങളുള്ള അവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ട ഒരു ലോകത്തിന്റെ ഒരു ക്രൈറ്റീരിയ, അവരൊരു മെഷർമെന്റ് വെച്ച്, അവരൊരു അളവുകോൽ വെച്ചിട്ടുണ്ട്. അവരതനുസരിച്ച് ആ മനുഷ്യനെ മനസ്സിലാക്കുന്നത്. പക്ഷെ അതനുസരിച്ചല്ല നിങ്ങളെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ദൈവത്താൽ എത്രത്തോളം സ്നേഹിക്കപ്പെടുന്നു എന്ന അളവ് വെച്ച് വേണം നിങ്ങളെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ ചാരി നിൽക്കുന്ന ഒന്നിനാലും നിശ്ചയിക്കപ്പെടുന്നതായിരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഐഡന്റിറ്റി, ഹല്ലേലൂയ, നിങ്ങളെ നിർത്തിയിരിക്കുന്ന ഒരുവനുണ്ട്, അവനിലായിരിക്കണം, കർത്താവില്. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളൊന്ന് ഉറച്ചു വിശ്വസിച്ചേ. ആമേൻ. നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യം എന്താ? ഇത് നഷ്ടപ്പെട്ടാൽ എങ്ങനാകും, അത് നഷ്ടപ്പെട്ടാൽ എന്താകും, ഇവരെ എന്നെ എങ്ങനെ പറഞ്ഞാൽ എന്താകും, അതെനിക്ക് ജോലി പോയാൽ എന്റെ അവസ്ഥ എന്താ, ബിസിനസ് കഴിഞ്ഞ മാസം ഇത്ര നടന്നു, അത് ഇങ്ങനെ ആയില്ലെങ്കിൽ എങ്ങനാകും, എന്റെ കുഞ്ഞുങ്ങൾ പരീക്ഷ തോറ്റാൽ എന്താകും, എന്റെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്താകും, അവർ ഇങ്ങനെ പറഞ്ഞാൽ എന്താകും. നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ആവശ്യമില്ലാത്ത കുറെ ഭയങ്ങൾ നമ്മുടെ അകത്ത് കിടക്കുക. ആ ഭയങ്ങൾ നമ്മളെ വാഴുന്നിടത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ നാം നമ്മുടെ ഐഡന്റിറ്റിയെ വാർത്തെടുക്കേണ്ടത് ചുറ്റുപാടുകളുടെ ബന്ധത്തിലല്ല. നമ്മുടെ അകത്ത് യുണീക്ക് ഒരു കോളിംഗ് ഉണ്ട്, മറ്റുള്ളവരെ പോലെ അല്ല. അവർക്കില്ലാത്തൊരു വിളി എൻ്റെ മേലുണ്ട്, അവർക്കില്ലാത്തൊരു നിയോഗം എൻ്റെ മേലുണ്ട്, അവർക്കില്ലാത്തൊരു അഭിഷേകം എൻ്റെ അകത്തുണ്ട്. ആ തിരിച്ചറിവ് നിങ്ങളുടെ അകത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പകച്ചു നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ കൂടെ നിങ്ങൾ പോവുകയാണോ? അവിടെ പകച്ചു നിൽക്കരുത്. നിങ്ങളുടെ അകത്ത് നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞു, എൻ്റെ അകത്തുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ദൈവവചനത്തിൽ 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ. ഇന്ന് ഹല്ലേലൂയ, ലോകത്തിലുള്ളവൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സാഹചര്യം, ചുറ്റുപാട്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് നോക്കിക്കേ, നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കിക്കേ. നിങ്ങൾ ചെറിയവരാ, നിങ്ങൾക്ക് പ്രത്യേകത ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് കുറവുകളേ ഉള്ളൂ. അത് മനുഷ്യരിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന അതാ, നിങ്ങൾ കൊള്ളത്തില്ല, നിങ്ങൾ ബെസ്റ്റ് അല്ല, നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്ത് സംസാരിക്കും. ഇവരെ നോക്കിക്കേ, അവരെ വെച്ച് നോക്കിയാൽ നിങ്ങളുടെ ജീവിതം എന്താ, നിങ്ങൾ മോശമാ, അതാണ് ഇതാണ്, നിങ്ങളെക്കുറിച്ച് അതേ പറയാനുള്ളൂ. അത് മാത്രം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് നിങ്ങളെ തന്നെ അടിച്ചമർത്തി അത് കേട്ട് നിങ്ങളെ തന്നെ ഇല്ലാതാക്കരുത്. നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാവേണ്ടത്, നിങ്ങളുടെ അകത്തിരിക്കുന്ന ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ മനസാക്ഷിയില് നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. കാരണം യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്. യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ്. ആമേൻ. പലപ്പോഴും നമ്മുടെ മനസാക്ഷിയെ പോലും നമ്മൾ തിരിച്ചു കളയും. ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുകയും
പഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുന്നതനുസരിച്ച് നമ്മളെ കാണും. ശരിയാ, ഞാൻ അവരെ പോലെ അല്ലല്ലോ, ഞാൻ ഇവരെ പോലെ അല്ലല്ലോ, എനിക്ക് ഇന്നും കുറവുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളെ പോലെ ആകാൻ സാധ്യമല്ല. നിങ്ങൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ ആരെയും നിങ്ങളെ പോലെ ആകാൻ ശ്രമിക്കരുത്, നിർബന്ധിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആരെ പോലെയും ആകാനായിട്ട് നിങ്ങൾ നിർബന്ധിക്കരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജയാളികളായിട്ട് മുൻപോട്ട് പോകണം. നിങ്ങളായിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുക. നിങ്ങളെ വിളിച്ച വിളിയിൽ തന്നെ നിങ്ങൾ നിൽക്കുക. നിങ്ങളുടെ മേലൊരു അഭിഷേകം കിടപ്പുള്ളത് മറക്കരുത്. ആമേൻ, പ്രൈസ് ഗാഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ പറയുന്ന ഒരു കാര്യം, പൗലോസ് പറയുന്ന ഒരു കാര്യം, ഫിലിപ്പി ലേഖനത്തില്, ഞാൻ പിൻപിലുള്ളതെല്ലാം മറക്കുക. എന്റെ കഴിഞ്ഞ നാളുകൾ, എന്റെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാത്തിനും ഞാൻ മറക്കുക. ഞാൻ മറന്നിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, മുമ്പിലേക്ക് ഞാൻ ഓടുക. മുമ്പിലേക്ക്. അത് നമുക്ക് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അപ്പൊ അവിടെ ഹല്ലേലൂയ പൗലോസ് പറയുന്ന ഒരു കാര്യം, എനിക്ക് എല്ലാം ഛേദം എന്ന് ഞാൻ എണ്ണുകയാണ്. ക്രിസ്തു നിമിത്തം, ക്രിസ്തുവിനെ അറിഞ്ഞപ്പോ എനിക്ക് ക്രിസ്തുവിനോളം വിലയേറിയതായിട്ട് ഒന്നുമില്ല. ക്രിസ്തുവുമായിട്ട് എന്റെ ജീവിത സാഹചര്യങ്ങളെ ഞാൻ തുലനം ചെയ്തപ്പോ, ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിലൂടെ വന്ന രക്ഷ, അതുമായിട്ട് ഞാൻ തുലനം ചെയ്തു കഴിഞ്ഞപ്പോ ഇന്നത്തെ എന്റെ ജീവിത അനുഭവങ്ങളും എന്റെ ജീവിത അവസ്ഥകളും എന്റെ ജീവിത സാഹചര്യങ്ങളും ഒന്നുമല്ല. ഞാൻ വലുതായിട്ട് ചിന്തിച്ചതിനേക്കാളും വലുതാണ് എനിക്ക് ലഭിച്ച ക്രിസ്തുവിന്റെ സ്നേഹം. ഞാൻ ശ്രേഷ്ഠമെന്ന് കരുതിയതിനേക്കാൾ വളരെ ശ്രേഷ്ഠമാണ് എനിക്ക് ലഭിച്ച കർത്താവിന്റെ സ്നേഹം. ആ സ്നേഹം എൻ്റെ അകത്ത് വന്നപ്പോ, ആ കരുതൽ എൻ്റെ അകത്ത് വന്നപ്പോ, ആ കൃപ എൻ്റെ ഉള്ളിൽ വന്നപ്പോ എൻ്റെ അവസ്ഥകൾ മാറി. ആമേൻ. എൻ്റെ നിലവാരം മാറി. ഞാനൊരു അനുഗ്രഹമായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ തോറ്റു കിടന്നവനാ. പക്ഷേ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടായി. ഞാൻ തകർന്നു കിടന്നവനാ. പക്ഷെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ജീവിതം പണിയപ്പെടാൻ തുടങ്ങി. ഞാൻ ശൂന്യതയിൽ കിടന്നവനാ. പക്ഷെ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ എൻ്റെ ശൂന്യതകളിൽ അവൻ പണിയാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പൗലോസ് പറയുക, ഞാൻ ഒരിക്കലും എനിക്ക് പ്രശംസയായി പറയാൻ പലതും ഉണ്ടായിരുന്നു. ഞാൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ്. 8-ാം നാൾ പരിച്ഛേദനയേറ്റവനാണ്. ഗമാലിയന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് എരിവുള്ളവനാ, പരീക്ഷനാ. ഞാൻ വളരെയേറെ ഗുണഗണങ്ങൾ എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ എനിക്ക് അകത്തൊരു കാര്യം മനസ്സിലായി. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോ ഇതൊന്നും ക്രിസ്തുവിനോളം അല്ല എന്ന ബോധ്യം എൻ്റെ അകത്ത് വന്നപ്പോ, ഹല്ലേലൂയ, എൻ്റെ മനസ്സിനകത്തൊരു ധൈര്യം പണിയപ്പെടാൻ തുടങ്ങി. എൻ്റെ മനസ്സിനകത്തൊരു ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. അതെ, ഹല്ലേലൂയ. ഇന്നലകളിൽ ഞാൻ ശ്രേഷ്ഠമെന്ന് എണ്ണിയതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായതാണ് ക്രിസ്തുവിലെ ജീവിതം. അത് ലോകം അതിന് പല കാര്യങ്ങൾ പറഞ്ഞേക്കാം, എന്നെ വിലയിരുത്തിയേക്കാം, പല സാഹചര്യങ്ങൾ വെച്ച്, എന്റെ സ്വഭാവം വെച്ച്, എന്റെ വാക്കു വെച്ച്, എന്റെ സാമ്പത്തിക നിലവാരം വെച്ച്, എന്റെ ഹൈറ്റ്, വെയിറ്റ്, ശാരീരിക പ്രകൃതമൊക്കെ വെച്ച് മനുഷ്യരെന്നെ വിലയിരുത്തിയേക്കാം. പക്ഷെ ആ വിലയിരുത്തലിന് അതീതമായി ഒന്ന് എൻ്റെ അകത്തുള്ളൂ. ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോ, ക്രിസ്തുവിൽ ഞാൻ എന്നെ മനസ്സിലാക്കിയപ്പോ, ഹല്ലേലൂയ, എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം എന്നെ നടത്തുന്നവനല്ല, ക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രവൃത്തിക്ക് തക്കവണ്ണം എന്നെ നടത്തുന്നവനാണ് ദൈവമെന്ന് എൻ്റെ അകത്ത് ബോധ്യമുണ്ടായി. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ അകത്തുണ്ടാകേണ്ട ആഴമേറിയൊരു ബോധ്യമാണ്, ഞാൻ നിൽക്കുന്നത് എൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമല്ല, എനിക്ക് വേണ്ടി കർത്താവായ യേശു ക്രൂശിൽ തികച്ചൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ചിന്തിക്കും, അവർ നല്ല പ്രാർത്ഥനക്കാരാണ്, അവർ ഭയങ്കര വിശുദ്ധരാണ്, അവർ എന്ത് സെൽഫ് ഡിഗ്നിറ്റി ഉള്ളവരാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ അകത്ത് നാം നമ്മുടെ ജീവിത സ്വഭാവ രീതികൾ വെച്ച് നമ്മളെ മാർക്കിടുമ്പോൾ, നമ്മളെ വിലയിരുത്തുമ്പോൾ നമുക്ക് പറ്റുന്നൊരു വലിയൊരു കുഴപ്പം എന്നാണെന്നറിയോ? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ലവരായിരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഞാൻ സെൽഫ് സഫീഷ്യന്റാ, ഞാൻ എന്നിൽ തന്നെ മതിയായവനാന്നൊരു ചിന്ത വരും. പ്രിയപ്പെട്ടവർ, നമ്മളിൽ മതിയായവരല്ല, ക്രിസ്തുവിലാണ് നാം തികഞ്ഞവരായി തീരുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞപ്പോ, ഇവിടെ പൗലോസ് പറഞ്ഞ ക്രിസ്തു നിമിത്തം ഇതൊക്കെയും ഛേദമെന്നുണ്ട്. ഞാനിതെല്ലാം ഛേദമെന്നെണ്ണാനൊരു കാരണമുണ്ട്. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊന്നുമല്ല ശ്രേഷ്ഠം, ഇതൊന്നുമല്ല ഇമ്പോർട്ടന്റ് എന്ന് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി. ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ എനിക്കൊരു ബോധ്യം വന്നു,
ഞാൻ മനസ്സിലാക്കിയിരുന്നതല്ല യഥാർത്ഥമെന്ന് എൻ്റെ അകത്തൊരു വെളിപ്പാടുണ്ടായി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളിൽ ഉള്ള ശ്രേഷ്ഠത എന്ന് നിങ്ങൾ പരിഗണിച്ചു വെച്ചിരിക്കുന്നതിനെ, ഹല്ലേലൂയ, ആമേൻ, അതല്ല യഥാർത്ഥമായത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ശ്രേഷ്ഠമായ ചിലതിനെ കണ്ടുകൂട്ടി. എനിക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല വീടുണ്ട്, എൻ്റെ കുടുംബജീവിതം, എനിക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, എനിക്ക് എങ്ങനെങ്കിലും. അപ്പൊ നമ്മുടെ പ്രവൃത്തിയിൽ ആശ്രയിക്കുക. പ്രിയപ്പെട്ടവർ, നിങ്ങൾ എപ്പോഴാണോ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്, അവിടെ നിങ്ങളുടെ അകത്തൊരു ഉറപ്പുണ്ടാകും, ഇതുവരെ ഞാൻ ചെയ്തതോ ഓടിയതിലോ അല്ല എൻ്റെ ജയം ഇരിക്കുന്നത്, എൻ്റെ വിജയം, എൻ്റെ ഉയർച്ച ഇരിക്കുന്നത് കർത്താവിലാണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് വരും. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ചില സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടവരായിരിക്കാം. ആ പരാജയമല്ല നിങ്ങളുടെ ഐഡന്റിറ്റി. അത് വെച്ച് നിങ്ങളെ വിലയിരുത്തരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറവുകളും തെറ്റുകളും സംഭവിച്ചിരുന്നിരിക്കാം. ഒരുപാട് തെറ്റുകൾ നിങ്ങൾ പറ്റിയിട്ടുണ്ടായിരിക്കും. ആ തെറ്റുകളല്ല നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്. ആ കുറവുകളല്ല നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളിൽ വസിക്കുന്ന കർത്താവ്, നിങ്ങളിൽ ഇരിക്കുന്ന അഭിഷേകം. നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചപ്പോ കർത്താവ് ഒരു വലിയ പദ്ധതിയോടെ ഭൂമിയിലേക്ക് അയച്ചു. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ നിങ്ങൾക്ക് ഒരു പേരിട്ടു, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. അവരുടെ പരിമിതിക്കകത്ത് അവർ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങളെ ഒരു എഞ്ചിനീയർ ആക്കണം, അല്ലെങ്കിൽ ഡോക്ടർ ആക്കണം, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആക്കണം, അല്ലെങ്കിൽ ഒരു കലാകാരനാക്കണം, അല്ലെങ്കിൽ ഒരു ദൈവദാസനാക്കണം. അവരുടെ അകത്ത് ചില ആഗ്രഹങ്ങൾ അവരുടെ അകത്തുണ്ടായിരുന്നു. അതിനകത്ത് എന്താ തെറ്റ്? കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അത് അവരുടെ ഡിസയർ അങ്ങനെ. പലപ്പോഴും നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ച പോലെ, ഈവൻ നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ലല്ലോ നമ്മൾ ആയിത്തീർന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നാം ആഗ്രഹിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഉപരിയായ ഒരു പദ്ധതി നമ്മെക്കുറിച്ച് കർത്താവിനുണ്ട്. അപ്പൊ നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്കൊന്ന് വന്ന് ആ പദ്ധതി തിരിച്ചറിയുന്നതാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ജീവിതത്തിന് ജയം. നമ്മൾ അതൊന്ന് തിരിച്ചറിഞ്ഞേ, നമ്മൾ ശ്രേഷ്ഠമായിട്ട് കാണുന്നതിന്, ശ്രേഷ്ഠമായിട്ട് എണ്ണുന്നതിന് വിട്ടുകളാം. കർത്താവിന് വലുതായിട്ട് കാണും. ക്രിസ്തു നിമിത്തം ഞാൻ ഇതെല്ലാം ചെയ്തമെന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, മോശയുടെ ജീവിതത്തിനകത്ത് പറയാനായിട്ട് വലിയ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് മോശ. അവന് വേണേ തന്നെ വലിയ അഭിമാനത്തോടെ പറയാം, കണ്ടോ, ഇത്രയും ആളുകള്, പിള്ളേരെ, കുഞ്ഞുങ്ങളെ കൊണ്ട് നൈൽ നദിയിൽ എറിഞ്ഞ് കരഞ്ഞു വിലപിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്ത് കണ്ടോ അവസ്ഥ മാറിയത് കണ്ടോ, ഞങ്ങളുടെ അവസ്ഥ കണ്ടോ. പലർക്കും പലതും പറയാൻ കാണും. അവിടെ നിലവിളിയുടെയും നിരാശയുടെയും ഒക്കെ അവസ്ഥയിൽ കൂടെ ആ കുടുംബങ്ങൾ കടന്നു പോകുമ്പോൾ ദാണ്ട് ഇവിടെ മോശയുടെ വീട്ടിൽ സന്തോഷമാണ്. അതൊരു ആൺകുഞ്ഞിനെ, അവിടെ നിയമപ്രകാരം ഒരു ആൺകുഞ്ഞിനെ വീട്ടിൽ വളർത്താൻ നിയമമില്ലാതിരിക്കെ വീട്ടില് ആൺകുഞ്ഞ് പേടിച്ചല്ല 3 മാസം വരെ ഒളിച്ചു വാർത്തവനാണ്. പക്ഷെ ഇപ്പോ ഒളിച്ചൊന്നുമല്ല കേട്ടോ, പരസ്യമായിട്ടായാലും ഓടി നടക്കുക. ആരുടെ മുദ്രയുണ്ട്? ഫറവോന്റെ മകളുടെ എടുത്തു വളർത്തപ്പെട്ട ദത്തുപുത്രൻ എന്ന മുദ്രയോടുകൂടെ അവൻ ജീവിക്കുക. ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, നിയമങ്ങൾ ജീവിക്കാൻ അനുവദിക്കാതിരിക്കെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന ഒറ്റ ലേബൽ കൊണ്ട് മോശയ്ക്ക് അവിടെ ജീവിക്കാനായിട്ട് വഴി തുറന്നെങ്കിൽ, പ്രിയപ്പെട്ടവർ, നിങ്ങളും ഞാനും സാഹചര്യങ്ങളിൽ അനേകർ നിങ്ങളുടെ അതേ സാഹചര്യങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുമോ, ആമേൻ, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ മുദ്ര മോശയുടെ മേൽ ഉണ്ടായിരുന്നുകൊണ്ട് മോശയ്ക്ക് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ പറ്റിയെങ്കിൽ, സ്വർഗത്തിലെ അധിപതിയായ കർത്താവും സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായിരിക്കുന്ന കർത്താവും പരിശുദ്ധാത്മാവെന്ന മുദ്രയെ, അച്ചാരത്തെ നിങ്ങളുടെ മേലിട്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ ഞെരുങ്ങിയും തകർന്നും കഴിയേണ്ടവരല്ല, കർത്താവിന്റെ മക്കളാണ്. ഞാൻ ദൈവ പൈതലാന്നുള്ള ബോധ്യത്തിൽ, ഹല്ലേലൂയ, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് പറയുന്ന പദവിയിലാണ് അവൻ അവിടെ ജീവിച്ചത്. അവന്റെ കാര്യങ്ങളെല്ലാം അവിടുന്ന് വന്നത്. ഹല്ലേലൂയ, അവന് മോശ തന്റെ സ്വന്തം വീട്ടിൽ വളരുമ്പോഴും ഹല്ലേലൂയ അവൻ ജീവിക്കുന്നത്, അവന്റെ കാര്യങ്ങളെല്ലാം അവൻ നൽകപ്പെട്ടത് രാജാവിന്റെ ഗ്രഹത്തിൽ നിന്നാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അങ്ങനെ ഹല്ലേലൂയ മോശയുടെ ജീവിതത്തിൽ ലോകപ്രകാരമായ ഒരു ബന്ധം അവനിൽ അത് സാധ്യമാക്കിയെങ്കിൽ, ലോകപ്രകാരമായ ഒരു സ്ത്രീക്ക് മോശയോട് തോന്നിയ ഒരു കരുണ, അനുകമ്പ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റിയെങ്കിൽ, നിങ്ങൾ ഞാനും അനുകമ്പയുടെയും കരുണയുടെയും കീഴിലല്ല, അവൻ വിശ്വസിച്ചവരായി നമ്മൾ പുത്രത്വം പ്രാപിച്ചവരായി
പ്രിയപ്പെട്ടവരായി നമ്മൾ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ട നിങ്ങൾ ഞാനും പ്രിയപ്പെട്ടവർ ഹാലലൂയ എത്രത്തോളം ഈ സാഹചര്യങ്ങൾ എത്ര എതിരായി മാറിയാലും നമുക്ക് നിൽക്കുവാൻ പ്രാപ്തരാക്കിയ നമ്മെ നിൽക്കുവാൻ പ്രാപ്തരാക്കിയ ഒരു പുത്രത്വം നമ്മുടെ അകത്തുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ നിൽക്കുന്നത് ആരുടെയോ തണലിലല്ല, കർത്താവിന്റെ തണലില. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക, മോശ തന്റെ ഭവനത്തിൽ വളരുമ്പോഴും അവന്റെ മേലുള്ള ലേബൽ എന്താണെന്നറിയാമോ? രാജാവിന്റെ പുത്രിയുടെ മകൻ എന്ന ലേബൽ. ആ ഒറ്റ ലേബൽ മതിയായിരുന്നു അവന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റാൻ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ വളരുന്നത് നിങ്ങളുടെ ഹല്ലേലൂയ അമ്മയുടെയും അപ്പന്റെയും തണലിലായിരിക്കാം, ചില സാഹചര്യങ്ങളുടെ തണലിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, അതിനതീതമായ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ അവന്റെ മുദ്ര നിങ്ങളെ വേണ്ടി ഉള്ളിടത്തോളം ഹല്ലേലൂയ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവൻ അത്ഭുതകരമായി നടത്തും. അതുകൊണ്ട് നിങ്ങൾക്കൊരു വിഷയം വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ അമ്മയുടെ അപ്പന്റെ അടുക്കൽ, സഹോദരങ്ങളുടെ അടുക്കൽ, ഭാര്യയുടെ അടുക്കൽ, ഭർത്താവിന്റെ അടുക്കൽ, നിങ്ങളെ സഹായിക്കുന്ന ആരോ ഒരു വ്യക്തിയുടെ അടുക്കൽ ചെന്ന് കൈ നീട്ടി നിൽക്കാൻ വിളിക്കപ്പെട്ടവരല്ല. നിങ്ങളുടെ മേൽ ഒരു മുദ്ര കിടപ്പുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്നൊരു അടയാളം നിങ്ങളുടെ മേലുണ്ട്. ആ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് മനുഷ്യരിലേക്കല്ല, വിളിച്ച മനുഷ്യരിലേക്കല്ല, നിങ്ങൾ ഹല്ലേലൂയ ആക്കി വെച്ചിരിക്കുന്ന മനുഷ്യരുടെ ആ ഒരു ഹല്ലേലൂയ ചുറ്റുപാടുകളിലേക്കല്ല, ആമേൻ നിങ്ങൾ വിളിച്ച കർത്താവിലേക്ക്, നിങ്ങളെ തെരഞ്ഞെടുത്ത കർത്താവിലേക്ക് നോക്കുമ്പോൾ provision is already provided from your father's place. നിങ്ങളുടെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ജീവിതത്തിനകത്ത് നിങ്ങൾ മടുത്തോ തകർന്നോ പോകാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മേലൊരു വലിയ നിയോഗമുണ്ട്, നിങ്ങളുടെ മേലെ വലിയൊരു നിയോഗമുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാത്തിടത്തോളം ഹല്ലേലൂയ ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ആ കൃപയെ നമ്മൾ തിരിച്ചറിയുക വേണ്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ആ മോശ ആ ഭവനത്തിൽ വളർന്നു വന്നപ്പോൾ ഹല്ലേലൂയ സകല ജ്ഞാനവും അഭ്യസിച്ചവനായി, ജ്ഞാനമുള്ളവനായി. ഏത്? ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവിയിൽ ജ്ഞാനം അഭ്യസിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവമക്കൾ എന്നല്ലേ ജ്ഞാനം അഭ്യസിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ. എന്നാൽ മോശയ്ക്ക് സംഭവിച്ച നെഗറ്റീവും നമുക്ക് സംഭവിച്ച പോസിറ്റീവും എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. മോശയ്ക്ക് ആമേൻ അതെല്ലാം ആമേൻ അത് അവന്റെ ജീവിതത്തിനകത്ത് സെൽഫ് സഫിഷ്യൻസ്, ഞാൻ മതിയായവനാണെന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് അവനെത്തി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞാനും അങ്ങനല്ല. ഹല്ലേലൂയ. ഞാൻ ആകുന്നത് ദൈവത്തിന്റെ കൃപയാല, ഞാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, മോശയുടെ ജീവിതത്തിൽ അവൻ എന്തായിരുന്നോ അതിൽ നിന്നെല്ലാം അവനെ പറിച്ചു മാറ്റിയിട്ട് കർത്താവ് പറഞ്ഞു, മകനെ, നീ അറിയാത്തൊരു കാര്യമുണ്ട്. നീ വിചാരിച്ചത് നിന്റെ അമ്മയും അപ്പനും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നെന്ന്. നീ വിചാരിച്ചത് ഹല്ലേലൂയ ആമേൻ ഫറവോന്റെ മകളുടെ പുത്രൻ എന്ന് പറയുന്ന പദവിയാണ് നിന്നെ നിർത്തിയതെന്ന്. നീ വിചാരിച്ചത് അവരുടെ കർണം കൊണ്ടാണ് നീ ജീവിച്ചെന്ന്. അല്ലല്ല, നിന്റെ മേലൊരു നിയോഗമുണ്ടായിരുന്നു, അതാണ് നിന്നെ ഇന്നുവരെ നിർത്തിയത്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, പിമ്പിലുള്ളതെല്ലാം ക്രിസ്തു നിമിത്തം ഒന്ന് മറന്നേ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങളെ ഏതെല്ലാം മേഖലകളിൽ നിങ്ങൾ ഞെരുങ്ങിയോ, തകർന്നോ, നിരാശപ്പെട്ടോ, അതിനെ മറന്നിട്ട് വിളിച്ചു പറയാം, എൻ്റെ അകത്തൊരു അനോയിന്റിംഗ് ഉണ്ട്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മൈ എനിമി ഹൂ ഈസ് ബിഫോർ മീ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ശത്രുവിനേക്കാൾ, നീഡ്സിനേക്കാൾ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആവശ്യങ്ങളെക്കാൾ, വെല്ലുവിളികളെക്കാൾ എൻ്റെ അകത്തുള്ള വിളി വലുതാണ്. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹല്ലേലൂയ കഴിഞ്ഞ പരാജയത്തെ എല്ലാം മറന്നേ, നിങ്ങളുടെ ഇന്നലത്തെ കുറവുകളെല്ലാം മറന്നേ, ആളുകൾ നാട്ടുകാർ നിങ്ങൾക്ക് തന്ന ലേബലില്ലേ അതെല്ലാം ഒന്ന് മറന്നേ, എന്നിട്ട് നിങ്ങളോട് തന്നെ പറഞ്ഞേ, ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. അവനിൽ നിങ്ങൾ സമ്പൂർണരായി തീർന്നിരിക്കുന്നു. നിങ്ങൾ സമ്പൂർണരാണ്. നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടാകട്ടെ, ഐ ആം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ആമേൻ. ജീവിതത്തിനകത്ത് ആമേൻ കുറവുകൾ പറഞ്ഞ് ലോകം നിങ്ങളെ അകറ്റി നിർത്തിയപ്പോൾ സ്വർഗം പറയുക, ചേർത്ത് പിടിച്ചിട്ട് പറയുക, ആമേൻ, ഇൻ യു യു ആർ ഇംപെർഫെക്റ്റ് ബട്ട് ഇൻ മീ യു ആർ പെർഫെക്റ്റ്. ദാറ്റ് മീൻസ് ആമേൻ, നിങ്ങളുടെ നോട്ടത്തിൽ നീ പരിപൂർണനല്ല, പക്ഷെ എൻ്റെ നോട്ടത്തിൽ യു ആർ പെർഫെക്റ്റ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടുകൾ ആയിരിക്കരുത് നിങ്ങൾ ആരാന്ന് തീരുമാനിക്കേണ്ടത്, നിങ്ങളുടെ വിളിയാ. പ്രൈസ് ഗാഡ്. അതുകൊണ്ട് നിങ്ങളുടെ രോഗത്തെ മറക്ക്, പ്രയാസങ്ങളെ മറക്ക്, ആമേൻ, അപവാദവും നിന്ദയും പരിഹാസത്തെയും മറക്ക്, തോൽവിയെ മറക്ക്, ജയാളികളായിട്ട് മുന്നോട്ട് കുതിക്കുക.
പ്രൈസ് ഗാഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ജീവിതത്തിന്റെ അകത്ത് ചുറ്റുപാടുകളാൽ കുറ്റപ്പെടുത്തപ്പെട്ട് നിരാശയുടെ വാക്ക് കേട്ട് തളർന്ന് മടുത്ത് എല്ലാം കഴിഞ്ഞു, ഇനി ഒരു സാധ്യതയും മുമ്പിലില്ല എന്ന് തകർന്നിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു. അത് അങ്ങയുടെ ജീവന്റെ കരം അവരിലേക്ക് ഒന്ന് ചലിക്കട്ടെ. അവരുടെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ നിന്റെ മഹത്വം അവരിലേക്കൊന്ന് വെളിപ്പെടട്ടെ. അവരുടെ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. ജീവന്റെ കരം അവർക്കായി ചലിക്കപ്പെടട്ടെ കർത്താവ്. അത്ഭുതത്തിന്റെ കരം അവർക്ക് ചലിക്കപ്പെടട്ടെ. ആമേൻ. ശക്തിയുടെ കരം അവർക്ക് ചലിക്കപ്പെടട്ടെ. ദൈവ മഹത്വം അവർ വെളിപ്പെടട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ നാഥാ അവരുടെ അകത്ത് കിടക്കുന്ന കുറ്റബോധങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ അകത്ത് കിടക്കുന്ന ഭയങ്ങൾ, ആങ്സൈറ്റി, അതെല്ലാം മാറിപ്പോകട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ പ്രത്യേകിച്ച് കർത്താവ്, ആമേൻ, കുറ്റാരോപണം കൊണ്ട് അവരുടെ അകത്ത് തകർന്നിരിക്കുന്നവർക്ക് ക്രിസ്തുവിലുള്ള ഐഡന്റിറ്റി അവർക്ക് വെളിപ്പെടുത്തി കൊടുത്താട്ടെ. അഥവാ അത് നിമിത്തം മാനസികമായി തകർന്നിരിക്കുന്നവർ ഇപ്പോൾ തന്നെ ആ മനസ്സിനകത്തുന്ന ഭാരങ്ങൾ മാറിപ്പോട്ടെ. രോഗികളായിട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, രോഗാത്മാവെ ശരീരങ്ങളെ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. കർത്താവ്, കുടുംബജീവിതത്തിനകത്ത് തകർന്ന്, വിദ്യാഭ്യാസത്തെ തകർന്ന്, ജോലിയിൽ തകർന്ന്, ബിസിനസ്സിൽ തകർന്ന് വലിയ നിരാശയിലായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നപ്പ അവരുടെ അതേ അവസ്ഥകളിൽ അങ്ങ് അവരെ സ്നേഹിക്കുന്നെന്നും അവരെ അങ്ങ് കരുതുന്നുള്ള ബോധ്യത്തിൽ അവർ എഴുന്നേക്കട്ടെ. അവരൊരു അനുഗ്രഹമായി തീരട്ടെ, ദേശങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് കുടുംബത്തില് ശാപത്തിന്റെ അടയാളമായിട്ട് ലോകം പറയുന്ന സ്ഥലത്ത് ആമേൻ, ലോക രാജ്യങ്ങൾക്ക് വരെ അനുഗ്രഹമാക്കി മാറ്റാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായിട്ട് നന്ദി. ജയാളികളെ മാറ്റിയതിനായി സ്തോത്രം. സാക്ഷികളാക്കി നിർത്തിയിരിക്കുന്നവരുടെ നന്ദി കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ആമേൻ. പ്രൈസ് ഗാഡ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഐഡന്റിറ്റി മറ്റുള്ളവരല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കർത്താവിലൊന്ന് മനസ്സിലാക്കിക്കുക. യേശുക്രിസ്തു, അവിടെ യേശുവിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു, പലതും പറഞ്ഞു. ബേൽസെബൂലിനെ കൊണ്ട് ഭൂതത്തെ പുറത്താക്കുന്നു, വേശ്യാപുത്രനെന്നോ എന്തൊക്കെയോ എല്ലാം അവർക്ക് വിളിക്കാൻ പറ്റുന്ന എല്ലാം വിളിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, തിരുവെഴുത്ത് കൈ കിട്ടി അത് വായിച്ചിട്ട് പറയുക, ഇത് എന്നെ കുറിച്ചാ, തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തക ചുള്ളി തന്നെ കുറിച്ച് എഴുതി. കർത്താവിന് ഉറപ്പായിരുന്നു, നീ പറഞ്ഞതല്ല ഞാൻ, എന്നെ കുറിച്ച് എഴുതപ്പെട്ടതാ സത്യം. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ, നിങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നതാണ്, അല്ലാതെ നാട്ടുകാർ പറയുന്നതല്ല. അവിടെ നിങ്ങളെക്കുറിച്ചുള്ള നിരാശകളെല്ലാം മാറ്റിയിട്ട് ധൈര്യത്തോടെ, ഞാൻ സൗഖ്യമായി, ഞാൻ വിടുവിക്കപ്പെട്ടു, ഞാൻ ജയാളിയാണ് എന്ന ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ. നിങ്ങളൊരു അനുഗ്രഹമായി തീരും നിശ്ചയമായിട്ടും. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ പ്രോഗ്രാം കാണാനായിട്ട് സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷം. നിങ്ങൾ മറ്റുള്ളവർക്കും ഈ പ്രോഗ്രാമിനെ പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയുടെ പങ്കാളികളായി തീരുകയും ചെയ്യണം. പ്രത്യേകാൽ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.